നിബന്ധനകളോടെയും നിയന്ത്രണങ്ങളോടെയുമാണ് താമരശ്ശേരി ചുരത്തിലുള്ള ഗതാഗത നിരോധനം ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത്. മൾട്ടി ആക്സിലുകളല്ലാത്ത ചരക്കു വാഹനങ്ങൾക്ക് ഇനി ചുരം കയറാം, ചുരം ഇറങ്ങുകയും ചെയ്യാം. പക്ഷേ കൃത്യമായ നിബന്ധനകളും നിയന്ത്രണങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഒരേ സമയം രണ്ട് ഭാഗത്തു നിന്നും വാഹനങ്ങൾ കടത്തിവിടില്ല. കൃത്യമായ ഇടവേളകളെടുത്ത് സമയമെടുത്തായിരിക്കും ഓരോ ഭാഗത്തു നിന്നും വാഹനങ്ങൾ കടത്തിവിടുക. ഇതിനായി താമരശ്ശേരി ചുരത്തിൽ പോലീസിൻ്റെ കൃത്യമായ പരിശോധനയും നിയന്ത്രണങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ താമരശ്ശേരി ചുരത്തിൻ്റെ 9ാം വളവിലെ വ്യൂ പോയിന്റിൽ ഇനി ആളുകൾ നിൽക്കാൻ പാടില്ല. അങ്ങനെ ആളുകൾ നിന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ പോലീസ് നടപടിയടക്കം ഉണ്ടാവുകയും ചെയ്യും. ചുരത്തിൽ കൂടുതൽ ലൈറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട്. രാത്രികാലങ്ങളിലൊക്കെ വാഹനത്തിൽ കയറി ചുരം കയറുന്നവർക്ക് പാറക്കല്ലുകളോ മണ്ണോ ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊരു പ്രതിസന്ധിയായി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റുകളടക്കം ചുരത്തിൽ ഏർപ്പെടുത്താനും ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചുരത്തിലെ പാറകളുടെ ഘടന മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് GPR സംവിധാനവും ചുരത്തിൽ ഏർപ്പെടുത്തുന്നുണ്ട്. ഇതിനായി പ്രത്യേക എഞ്ചിനീയറിംഗ് ടീമിനെയും നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ മഴ മൂലം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ മഴ കനക്കുന്ന സാഹചര്യമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ചുരത്തിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് താമരശ്ശേരി ചുരത്തിലെ നിയന്ത്രണങ്ങളും നിബന്ധനകളും ഇതുവരെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ സമയമെടുത്തായിരിക്കും വാഹനങ്ങൾ കടത്തിവിടുക എന്നുള്ളതുമാണ് കാര്യം.